الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മെ പടച്ച, നമ്മെ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന, നാളെ വിചാരണാ നിലയത്തിൻ്റെ അധിപനായ റബ്ബുൽ ആലമീനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോകം ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിലനിൽക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഇവിടെ ഇസ്ലാം വ്യാപിക്കാനുള്ള കാരണഭൂതനായ മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ ഒരു സമയവും സന്ദർഭവും ഉപയോഗിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഭൂജാതനായിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് വഴി കാണിച്ച മഹത് വ്യക്തിത്വമാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന വയുബാഇദുകും മിനൻ നാർ ഇല്ലാ വഖദ് അമർതുകും ബിഹി. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും ഞാൻ കൽപ്പിക്കാതിരുന്നിട്ടില്ല. വലൈസ ഷൈഉൻ യുഖർരിബുകും ഇലൻ നാരി വയുബാഇദുകും മിനൽ ജന്ന ഇല്ലാ വഖദ് നഹീതുകും അൻഹു. നരകത്തിലേക്ക് അടുപ്പിക്കുന്നതും സ്വർഗത്തെ അകറ്റുന്നതുമായ ഒരു കാര്യവും നിങ്ങൾക്ക് വിരോധിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതൊക്കെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ കാര്യങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെന്ത് കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നരകത്തിലേക്ക് അടുപ്പിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതുമാണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി മുഅ്മിനീങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബിയ്യു ഉലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും
പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാൾ അടുത്ത ആളാകുന്നു. സ്വന്തം ദേഹത്തേക്കാൾ, സ്വന്തം കരളിനേക്കാൾ, സ്വന്തം ഹൃദയത്തേക്കാൾ, സ്വന്തം കണ്ണിനേക്കാൾ, സ്വന്തം കാതിനേക്കാൾ, സ്വന്തം ശരീരത്തേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടൽ ഒരു മുഅ്മിനിന് നിർബന്ധമാണ്. അസ്വാജുഹു ഉമ്മഹാത്തുഹും, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ മാതാക്കളാകുന്നു. ആരാണ് മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഖുറൈശി തറവാട്ടിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി വീണ വ്യക്തിയാണ് മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അനാഥനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് അബ്ദുള്ള എന്ന പിതാവ് മരണപ്പെട്ടിരുന്നു. മാതാവും പിതാമഹനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറിയ പ്രായത്തിൽ വളർത്തിയത്. അവരുടെ മരണശേഷം അബൂ ത്വാലിബ് പിതൃ സഹോദരൻ സംരക്ഷണം ഏറ്റെടുത്തു. എല്ലാവർക്കും ഇഷ്ടമുള്ള വ്യക്തിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുവരെ വഹീ കിട്ടുന്നതുവരെ ജീവിച്ചത്. അൽ അമീൻ എന്നൊരു രണ്ടാം പേരുണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. വിശ്വസ്തനായിരുന്നു. ആ ഒരു പേരിനെ അന്വർത്ഥമാക്കിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 63 കൊല്ലക്കാലം ഈ ലോകത്ത് ജീവിച്ചത്. 40ാമത്തെ വയസ്സിലാണ് ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ഏകാന്തവാസത്തിൻ്റെ സമയത്ത് വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്തോതി ആദ്യത്തെ വഹിയ സംഭവിച്ചത്. അതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായി മുഹമ്മദ് ബിൻ അബ്ദുള്ള മാറിയ സന്ദർഭമായിരുന്നു അത്. അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ ഏറെ ശ്രേഷ്ഠരെയാണ് നബിമാരായി തിരഞ്ഞെടുക്കുക. ഇന്നഹും ഇൻദനാ ലമിൻ മുസ്തഫൈനൽ അഖിയാർ, തീർച്ചയായും അവർ നമ്മുടെ അടുക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തമന്മാരിൽപ്പെട്ടവരാകുന്നു. പ്രവാചകന്മാരായി തിരഞ്ഞെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും ഉത്തമരായവരെയാണ്. ഇന്നല്ലാഹ ഇസ്തഫാ കിനാനതൻ മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിലിൻ്റെ സന്തതികളിൽ കിനാനയെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാ ഖുറൈശം മിനൽ കിനാന, കിനാനയിൽ നിന്നും ഖുറൈശികളെ തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശി ബനി ഹാഷിം, ആ ഖുറൈശികളിൽ നിന്നും ബനി ഹാഷിമിനെ തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. വലതു ഇസ്മായിലിൽ നിന്ന് കിനാനയെയും, കിനാനയിൽ നിന്ന് ഖുറൈശികളെയും, ഖുറൈശികളിൽ നിന്നും ഹാഷിം വംശത്തെയും, ഹാഷിമിൽ നിന്ന് എന്നെയും തെരഞ്ഞെടുത്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ പ്രവാചകരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ദൂതൻ എന്ന് പറയുമ്പോൾ അതിൽ അഭിമാനിക്കേണ്ടതുണ്ട്. ആ ദൂതനെ അനുസരിക്കേണ്ടതുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറ, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. 23 കൊല്ലക്കാലത്ത് ഓരോ മൈക്രോ സെക്കൻഡും, പ്രവാചകൻ്റെ ജീവിതത്തിലെ ഓരോ മൈക്രോ സെക്കൻഡും മുഅ്മിനിന് മാതൃകയാണ്. മുഅ്മിനിന് മാതൃകയാണ്. എന്തെന്ത് കാര്യം, ഉറക്കമുണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ, ഭരണത്തിൻ്റെ കാര്യങ്ങൾ, പിതാവെന്ന മാതൃക, അതേപോലെ പുത്രൻ എന്ന മാതൃക, എല്ലാറ്റിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അങ്ങേയറ്റത്തെ മാതൃകയുണ്ട്. വിശ്വാസികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമ അങ്ങേയറ്റമാണ്. മുസ്ലിങ്ങൾ തങ്ങളുടെ ശരീരത്തെക്കാൾ ഏറെ സ്നേഹിക്കേണ്ട വ്യക്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും, ഒരാളും മുഅ്മിനാവുകയില്ല ഹത്താ കൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെക്കാളും, സ്വന്തത്തെക്കാളും, പിതാവിനേക്കാളും, തൻ്റെ സന്തതികളെക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാതെ ഒരാൾ മുഅ്മിനാവുകയില്ല. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അതിൻ്റെ യുക്തി നമ്മൾ മനസ്സിലാക്കണം. കണ്ണിനേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കണ്ണുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമില്ലാത്തത് കാണാൻ സാധിക്കുകയില്ല. കാതിനേക്കാൾ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കാതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമില്ലാത്തത് കേൾക്കാൻ സാധിക്കുകയില്ല. മകനേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മകൻ്റെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തേക്കാൾ ഇഷ്ടപ്പെടുക എന്നതൊരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയാണ്. കുല്ലിൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലു മുഖ്തറത്തുമൂഹാ തിജാറതൻ തഖ്ശൗന കസാദഹാ വമസാകിന തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നബിയെ പറയുക, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും മാന്യം നേരിടുമെന്ന് ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളും നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും അവൻ്റെ ദൂതനേക്കാളും അവൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ അള്ളാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. അള്ളാഹു ധിക്കാരികളായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ല. അപ്പോൾ പിതാക്കളെക്കാൾ, പുത്രന്മാരെക്കാൾ, സഹോദരങ്ങളെക്കാൾ, ഇണകളെക്കാൾ, ബന്ധുക്കളെക്കാൾ, സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തിനേക്കാൾ, നഷ്ടം വരുമെന്ന് ഭയപ്പെടുന്ന കച്ചവടത്തെക്കാൾ, നമ്മൾ തൃപ്തിയോടുകൂടി കയറി ചെല്ലുന്ന നമ്മുടെ വീടിനേക്കാൾ അള്ളാഹുവായിരിക്കണം ഇഷ്ടപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം വേണ്ടപ്പെട്ടവൻ. അവൻ്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമായിരിക്കണം ഏറ്റവും പ്രിയപ്പെട്ടത്. അല്ലെങ്കിൽ ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നു ഭവിക്കുന്നതിനെ നിങ്ങൾ കാത്തുകൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഒരിക്കലും അക്രമികളായ ധിക്കാരികളായ ജനതയെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. അള്ളാഹു പ്രവാചകന്മാരെ പരീക്ഷിക്കുന്നതാണ്. ബാബു അശദ്ദുന്നാസി ബലാ അൽ അംബിയാ സുമ്മ അംസലുഹും ഫഅംസലു, ബുഖാരിയിലെ ഒരു അധ്യായത്തിൻ്റെ പേരാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷണം വന്നത് അമ്പിയാക്കൾക്കാണ്. ഇടതടവില്ലാതെ നിലത്തു നിൽക്കാൻ കഴിയാത്തത്ര പരീക്ഷണങ്ങൾ അമ്പിയാക്കൾക്ക് വന്നിട്ടുണ്ട്. ത്വായിഫിൽ നിന്ന് കല്ലേറ് കൊണ്ടു തൻ്റെ അമ്മാവന്മാരുടെ അടുത്തുപോയി മക്കക്കാർ ഞാൻ പറയുന്ന ആദർശത്തെ തൗഹീദിനെ സ്വീകരിക്കുന്നില്ലെന്ന് പറയാൻ വേണ്ടി അമ്മാവന്മാരുടെ അടുത്തു പോയപ്പോൾ അവർ അവിടെ നിന്നും മാട്ടിയോടിക്കുകയും അവിടെയുള്ള തെരുവിലെ പിള്ളേരെ കൊണ്ട് കല്ല് കൊണ്ടെറിയിക്കുകയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നിന്നും രക്തമൊഴുകി ആ നാട്ടിൽ നിന്നും കിതച്ചുകൊണ്ട് തിരിച്ചു വരേണ്ട ഒരവസ്ഥയും, തിരിച്ചു വരുമ്പോൾ മക്കയിലേക്ക് തിരിച്ചു പോകണം. ത്വായിഫിൽ ചെന്നിട്ട് എന്തായി എന്ന് അവിടുത്തെ ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ എന്തു മറുപടി പറയുമെന്ന ഉള്ളിലെ വേദനയും കാലിലെ വേദനയും കടിച്ചിറക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നത് ആലോചിച്ചു നോക്കൂ. പ്രവാചകൻ അനുഭവിച്ച ബുദ്ധിമുട്ടിൻ്റെ ഏഴയലത്ത് ബുദ്ധിമുട്ട് ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് മുസീബത്ത് വന്നാലും എന്നെ ആലോചിക്കണം, ഞാൻ ഈ ലോകത്തു നിന്ന് വിട്ടുപോയത് ആലോചിക്കണമെന്ന്. ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ വന്ന പീഡനങ്ങളും പ്രയാസങ്ങളും എത്രത്തോളമായിരുന്നു. സ്വന്തം ജനത, സ്വന്തം എളാപ്പ, സ്വന്തം മൂത്താപ്പ, സ്വന്തം കുടുംബങ്ങൾ എല്ലാവരും ബഹിഷ്കരിച്ച് 3 വർഷത്തോളം അബീ ത്വാലിബിൻ്റെ താഴ്വരയിൽ വെറും ഈത്തപ്പനയുടെ ഓല മാത്രം കഴിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ ബനൂ ഹാഷിമിന് വന്നിട്ടുണ്ട്. എത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചത്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ ആളുകളെ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരെ മുഴുവൻ വിവാഹം നിഷേധിച്ച്, കച്ചവടം നിഷേധിച്ച്, വെള്ളം നിഷേധിച്ച് 3 വർഷക്കാലം ഒരു സ്ഥലത്ത് അവരെ മാറ്റി ബഹിഷ്കരിച്ച് നിന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക.
ഓരോരുത്തരും അത് ആ കുടുംബത്തിലെ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസം കാണുമ്പോൾ എൻ്റെ കാരണം കൊണ്ടാണല്ലോ, എൻ്റെ നിമിത്തം കൊണ്ടാണല്ലോ ഇവർ ബുദ്ധിമുട്ടുന്നത്, പ്രയാസപ്പെടുന്നത് എന്നങ്ങൊന്ന് വിചാരിച്ച് അവിടുന്നിൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും. സ്വന്തം നാട്ടിൽ നിന്നും പലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, സ്വന്തം വീടൊഴിവാക്കി, സ്വന്തം നാടൊഴിവാക്കി, താൻ കളിച്ചു വളർന്നു വലുതായ മക്ക എന്ന ആ രാജ്യത്ത് എത്രത്തോളം സ്വപ്നമിറക്കി വെച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോയത്. എന്തിനു വേണ്ടി? നമുക്ക് നമസ്കാരം പഠിപ്പിക്കാൻ, നമുക്ക് നോമ്പ് പഠിപ്പിക്കാൻ, നമുക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരാൻ, നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഴുവൻ വഴിയും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടി, ഇസ്ലാമിനെ സമ്പൂർണ്ണമാക്കാൻ വേണ്ടി ആ ഹജ്ജത്തുൽ വിദാഇൽ അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു ലക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ഒരവസാനത്തെ ആയത്തിറങ്ങുന്നത് വരെ ജീവിക്കാൻ വേണ്ടി, നമുക്ക് ഈ ദീനിനെ കൈമാറാൻ വേണ്ടി വന്ന പ്രവാചകനെ കരളിനേക്കാൾ, ഹൃദയത്തേക്കാൾ, കണ്ണിനേക്കാൾ, കാതിനേക്കാൾ ഇഷ്ടപ്പെടണോ വേണ്ടേ? നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട, പരിഹസിക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. സ്നേഹിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനേക്കാൾ അധികം അതിരു കടന്ന് പരിഹസിക്കുന്ന ആളുകൾ എത്രയാണ്? മുസ്ലിങ്ങളിൽ എത്രയാണ്? ഹദീസിനെ പരിഹസിക്കുന്നവർ, ആയത്തിനെ കൊച്ചാക്കി, ആയത്തിൻ്റെ ആശയങ്ങളെ കൊച്ചാക്കി കാണുന്നവർ. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. കദാലിക മാ അത്തല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലിൻ ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. അപ്രകാരം തന്നെ ഇവരുടെ പൂർവികന്മാരുടെ അടുത്ത് ഏതൊരു റസൂൽ വന്നപ്പോഴും ജാലവിദ്യക്കാരനെന്നോ ഭ്രാന്തനെന്നോ പരാതി പറയാതിരുന്നിട്ടില്ല. ഓരോ മൈക്രോ സെക്കൻഡും ഈ ലോകത്ത് പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരികഴ്ത്തിയാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്ഥാനത്തിൽ ഒരളവും കുറയുകയില്ല. എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശവും അങ്ങൊന്നും ജ്വലിച്ചു തന്നെ നിൽക്കും എന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തതാണ്. ഖുൽ ബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും ദൃഷ്ടാന്തങ്ങളെയുമാണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചവരെ അല്ലാഹു തആല വെറുതെ വിട്ടിട്ടില്ല. അബൂജഹലിൻ്റെ വിമർശനം, ആ വിമർശനത്തിൻ്റെ കൃത്യമായ മറുപടി ഖുർആനിൽ പറഞ്ഞു. അബൂജഹൽ ആ സഫാ കുന്നിൽ വെച്ച് ഓരോ ഖുറൈശി കുടുംബങ്ങളെയും ഓരോരുത്തരെയും പേര് വിളിച്ച് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഈ മലയുടെ അപ്പുറത്തൊരു സൈന്യം വന്നു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞപ്പോൾ, ഈ ലോകം കഴിഞ്ഞ് ഇനിയൊരു പരലോകമുണ്ട്, അവിടെ പ്രവർത്തിച്ചതിന് പ്രതിഫലമുണ്ട്, തിന്മ ചെയ്തതിന് ശിക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ തബ്ബൻ ലക അലിഹാദ ജമഅതന, ഞങ്ങളെ ഇതിനാണോ വിളിച്ചു കൂട്ടിയത്, നിനക്ക് നാശമെന്ന് പറയുമ്പോൾ അപ്പോൾ ആയത്തിറങ്ങി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് ആയത്തിറങ്ങി. ആയത്ത് കേട്ട ഉമ്മു ജമീൽ അബൂ ലഹബിൻ്റെ പത്നി വലിയൊരു പാറക്കല്ലുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞു നടന്നു. പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കാബയുടെ അടുത്തിരിക്കുകയാണ്. ഉമ്മു ജമീലിൽ നിന്ന് പ്രവാചകനെ അല്ലാഹു മറച്ചു കൊടുത്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ 3 ദിവസം മുമ്പ് അറുത്ത് കുടൽമാല ഒഴിവാക്കിയ ഒട്ടകത്തിൻ്റെ കുടൽമാല ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുപോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലിട്ടപ്പോൾ അതൊന്നും നീക്കുവാൻ ഒരാളില്ലാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ടാണ് അതൊന്നും നീക്കിയത്. എന്നിട്ടാണ് തല ശുദ്ധീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വൃത്തിയാക്കിയത്. അനുഭവിച്ചു, അതിന് ആ ഖുറൈശി സമൂഹം അനുഭവിച്ചു, പ്രയാസം അനുഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്നോട് പറയണമെന്ന് പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചവിട്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ മുഖം പൂഴ്ത്തുമെന്ന് പറഞ്ഞ് അവിടേക്കെത്തിയ ഖുറൈശി
പ്രമുഖൻ, അദ്ദേഹം വന്ന് അങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് ഓടേണ്ടി വന്നു, അവിടെ നിന്ന് ഓടേണ്ടി വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് താങ്കൾ തിരിഞ്ഞോടിയത്? ഇന്ന ബൈനി വബൈനഹു ലഖന്ദകം മിനന്നാർ, നരക തീയിൻ്റെ വലിയൊരു കിടങ്ങ് ഞാൻ കണ്ടു, അവിടെ കുറേ ചിറകുള്ള ആളുകളെയും കണ്ടു, ചിറകുള്ള ജീവികളെയും കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഓടിയത് എന്ന്. ഇങ്ങനെ പല നിലക്കും അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ചുവെന്നാണ് പറയാനുള്ളത്. നമ്മളും സംരക്ഷിക്കണം. ആരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കും സംരക്ഷിക്കാൻ സാധിക്കണം. എങ്ങനെയാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരുന്ന വിമർശനങ്ങൾക്ക് നമുക്കറിയാവുന്ന രൂപത്തിൽ മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. അല്ല, ഒരു പ്രവാചകൻ്റെ യഥാർത്ഥ അനുയായിയായി മറുപടി പറയണം. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറിച്ചുള്ള ഓരോ വിമർശനത്തിനും സഹാബത്ത് എങ്ങനെയാണോ മറുപടി പറഞ്ഞത്, ആ രൂപത്തിൽ മറുപടി പറയണം. അവർ ജീവിച്ചു കാണിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇസ്ലാമിൻ്റെ മഹത്വത്തെ ജീവിതത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് അവർ മറുപടി പറഞ്ഞത്. അത് കൃത്യമായി നമ്മൾ ആലോചിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ, നമ്മൾ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൽപ്പിച്ചത് അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഇന്നിൻ്റെ കാലത്തും 1400 വർഷങ്ങൾക്ക് മുമ്പും ഇസ്ലാമിൻ്റെ വിമർശകർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ മറുപടി എന്ന് നമ്മൾ ചിന്തിക്കണം. ധാരാളം വിമർശനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വന്നിട്ടുണ്ട്. ആ വിമർശനങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടിയുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കൊതിയനാണെന്ന് പറയുന്നു, വിട്ടുവീഴ്ചയില്ലാത്തവനാണെന്ന് പറയുന്നു. മക്ക ഫത്ഹിൻ്റെ സമയത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ഹിന്ദും വഹശിയും അവിടെയുണ്ട്. പല ആളുകളും അവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടെ ഇദ്ഹബു അൻതുമുത്തലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അതുവരെയുള്ള മുഴുവൻ പ്രതികാരങ്ങളെയും ഇല്ലായ്മ ചെയ്ത് എല്ലാവർക്കും കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണിച്ചു കൊടുക്കുന്ന മക്കം ഫത്ഹ്, അത് വലിയ വിജയമാണ്. തൻ്റെ മുഅ്മിനീങ്ങളായ തൻ്റെ അനുയായികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച കാരുണ്യത്തിൻ്റെ അളവത്രയാണ്. ഉറുമ്പിനെ തീയിട്ടുകൊണ്ട് കരിച്ചു കളയാൻ ശ്രമിച്ച, വെണ്ണീറിട്ടുകൊണ്ട് കരിച്ചു കളയാൻ ശ്രമിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കോപത്തോടുകൂടി പറഞ്ഞു, തീയിട്ട് കരിക്കുവാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഒരു പക്ഷിക്കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷത്തിന് വേണ്ടി വെച്ചു കൊടുത്തപ്പോൾ ഇതിൻ്റെ തള്ളപ്പക്ഷി അന്വേഷിക്കുന്നുണ്ടാവും, തിരിച്ചു കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്ത് യുദ്ധക്കളത്തിൽ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ തവണ കരഞ്ഞു പോയിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്, ദിവസങ്ങളോളം കരഞ്ഞിട്ടുണ്ട്. നിരാശ കൊണ്ടല്ല, സങ്കടം കൊണ്ട്, വിഷമം കൊണ്ട്, കാരുണ്യം കൊണ്ട്. ഇത് കാരുണ്യത്തിൻ്റെ കണ്ണുനീരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരാഞ്ഞ സഹാബിമാർ ആരാഞ്ഞപ്പോൾ അതാണ് മറുപടി പറഞ്ഞത്. അതേ രൂപത്തിൽ കാരുണ്യത്തിൻ്റെ ആളുകളായി, സൽസ്വഭാവത്തിൻ്റെ ആളുകളായി, ഈമാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം മുമ്പിലായിരുന്നു അവിടെ എത്താനുള്ള പ്രയത്നം ആ സഹാബത്തിൻ്റെ മാതൃക സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇസ്ലാമിന് യഥാർത്ഥ വിമർശനത്തിനുള്ള മറുപടിയാവുക. അതിലേക്ക് കടന്നു ചെല്ലാതെ പുറമോടിയിൽ ഇസ്ലാമിൽ വരുന്ന ഓരോ വിമർശനത്തിനും വെറുതെ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ കണ്ണിനേക്കാൾ ഇഷ്ടപ്പെടുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരാളെ ഇഷ്ടപ്പെടുക, ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ
ആ ഒരു വ്യക്തിയെ അനുധാവനം ചെയ്യുക, അദ്ദേഹം പറഞ്ഞത്, ആ വ്യക്തി പറഞ്ഞത് അതേപോലെ അനുസരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. എനിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരാൾ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ എങ്ങനെയിരിക്കും? ഇടത് കൈ പിശാച് ആണ് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക, അത് ശൗച്യം ചെയ്യാനുള്ള കൈയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് വിരുദ്ധമായി ചെയ്യുകയും അങ്ങൊന്നിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുവെന്ന് പറയുന്നതിൻ്റെയും വിരോധാഭാസം എത്രയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സുബഹിയുടെ സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? സുബഹി ജമാഅത്തിൽ പങ്കെടുക്കുക എന്നത്. ഉറക്കമുണർന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തിരുന്നു? ഒരാളോട് സംസാരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യനായിരുന്നു. നമ്മളോ സൽസ്വഭാവത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്നതിൽ നമ്മളുണ്ടോ? ഭാര്യമാരോട് പെരുമാറിയതിൽ, മക്കളോട് പെരുമാറിയതിൽ, ഒപ്പം ജോലി ചെയ്യുന്നവരോട് പെരുമാറിയതിൽ, സ്വന്തം അനുയായികളോട് പെരുമാറിയതിൽ, കച്ചവടം ചെയ്യുന്നവരോട് പെരുമാറിയതിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനോട് പെരുമാറിയതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ ഗവേഷണം ചെയ്യണം. നമ്മുടെ റോൾ ഏതൊക്കെയാണെന്ന് നിശ്ചയിച്ച് ആ റോളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പെരുമാറി എന്ന് ചിന്തിച്ചാലോചിച്ച് ആ റോളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയതുപോലെ പെരുമാറുക എന്നതാണ് ഇസ്ലാമിക വിമർശനങ്ങൾക്ക് മുഴുവൻ കടക്കൽ കത്തിവെക്കാനുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് മനസ്സിലാക്കണം. അങ്ങൊന്നിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും അങ്ങൊന്ന് ഇഷ്ടപ്പെടാത്തതൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുകയും അവിടുന്ന് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിലേക്ക് എടുത്തു വെക്കുകയും ചെയ്യുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും അങ്ങൊന്നിൻ്റെ ശഫാഅത്ത് കിട്ടാനും ആ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാനും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരുന്ന് സ്വർഗത്തിൽ ജീവിക്കാനും നമുക്ക് പര്യാപ്തമാക്കുന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും വിരോധിച്ചതെല്ലാം ജീവിതത്തിൽ നിന്നും പാടെ പറിച്ചു കളയുകയും ചെയ്യുക എന്നതാണ് എല്ലാ വിമർശനങ്ങൾക്കുമുള്ള മറുപടി. ഇസ്ലാം മുസ്ലിങ്ങളും അങ്ങേയറ്റം പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധിക്ക് മുഴുവൻ കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൽ ആത്മാർത്ഥതയില്ലാതായി എന്നതുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അവരെ ആർക്കും ആക്രമിക്കാനും തോൽപ്പിക്കാനും പ്രയാസപ്പെടുത്താനും കഴിയുകയില്ല. ഒരു സാമ്രാജ്യം പോലുമില്ലാതെ സീറോയിൽ നിന്നും 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെ അധിപന്മാരായി മുസ്ലിങ്ങളും സഹാബത്തും മാറിയിട്ടുണ്ടെങ്കിൽ പ്രവാചകനെ അനുധാവനം ചെയ്തു എന്നതല്ലാതെ സഹാബത്ത് ആ വിജയത്തിനു വേണ്ടി വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹമേ വിജയിക്കണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല്ലുതേക്കലിൽ മുതൽ നല്ല പെരുമാറ്റത്തിൽ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് അനുധാവനം ചെയ്ത് സ്നേഹിച്ച് ആദരിച്ച് റോൾ മോഡലാക്കി ജീവിക്കാൻ നമ്മൾ എന്നു തയ്യാറാകുന്നുവോ അന്നു മുതൽ നമ്മുടെ വ്യക്തിപരമായ, സാമൂഹികമായ, കുടുംബപരമായ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തുമെന്നും പരലോകത്തങ്ങേയറ്റത്ത് വിജയം വരിച്ച ആളുകളിലേക്ക് എത്തുമെന്നും നമ്മൾ വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീക്കിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد